ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ ഈ സെറ്റ് ഒരു ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് നാളെ കസ്റ്റമർ ഉപേക്ഷിച്ച് കളയാനുള്ള മടി കാരണം സൂക്ഷിച്ചു വെച്ചതാണ്. ഏത് വിധേനയും ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചാണ് കസ്റ്റമർ ഈ സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഉള്ളതും മൈക്ക് ഉള്ളതുമായ USB ബോർഡ് സെറ്റ് ചെയ്യുവാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ് വളരെയധികം ഡസ്റ്റുകൾ നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലപ്പഴക്കമുള്ള സെറ്റ് ആയതുകൊണ്ടാവാം ഈ രീതിയിലെല്ലാം ഡസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്നത്. ഇത്രയും പഴക്കമുള്ള സെറ്റാണെങ്കിൽ പോലും ഇതിൻ്റെ ബെൽറ്റുകൾക്കൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. സാധാരണയായി സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബെൽറ്റുകൾ ഡാമേജ് ആയിരിക്കുന്നതാണ് കാണുന്നത്. ഈ സെറ്റിൻ്റെ ബെൽറ്റുകൾക്കൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റുകളായിരിക്കാം കമ്പനി ഈ സെറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം. ഈ സെറ്റ് ഇറങ്ങിയ കാലത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സെറ്റ് തന്നെയായിരുന്നു. ഈ സെറ്റിൽ CD എല്ലാം ഉപയോഗിക്കാമായിരുന്നു. കാസറ്റ് പ്ലെയറും CDയും FMും എല്ലാമായിരുന്നു ഈ സെറ്റിൻ്റെ ഫംഗ്ഷനുകൾ. CD റീഡിങ് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കാണുന്ന ചെറിയ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ എല്ലാം വെള്ളം കയറിയ പോലെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഏതായാലും നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. കസ്റ്റമറിൻ്റെ മൈക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു G-Starൻ്റെ USB മോഡ്യൂളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ വോളിയം കൺട്രോൾ എല്ലാം ദ്രവിച്ചു പോയിരിക്കുകയാണ്. ഒരുപാട് കാലപ്പഴക്കം വന്നുകൊണ്ടും ഉപയോഗശൂന്യമായി ഇരുന്നുകൊണ്ടും ആവാം അതെല്ലാം കാരണം. ഇനി നമുക്ക് USB ബോർഡിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം സെറ്റിൻ്റെ ഡിസ്പ്ലേ ഇരുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യണം. ഈ സെറ്റിൻ്റെ ഈക്വലൈസർ ഫംഗ്ഷൻ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സെറ്റിൽ അത് ഉപകാരപ്രദമാകും. നിലവിൽ ഈ സെറ്റിൽ ഡിസ്പ്ലേ ഇരുന്ന ഭാഗത്ത് തന്നെ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡ്. ഡ്രൈ സോൾഡറിങ് ഒഴിച്ച് വേറെ ഒരു കംപ്ലൈൻറ്റും ഈ ആംപ്ലിഫയർ ബോർഡിന് ഉണ്ടായിരുന്നില്ല. USB ബോർഡ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് എടുക്കുന്നതിന് വേണ്ടി ആ ഹീറ്റ് സിങ്കിൽ നമ്മളൊരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. USB ബോർഡിൽ നിന്ന് എല്ലാ കണക്ഷനും നമ്മൾ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് USB സോക്കറ്റും മൈക്കിൻ്റെ പിന്നും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റിൻ്റെ നിലവിലുണ്ടായിരുന്ന വോളിയം കൺട്രോൾ എല്ലാം തുരുമ്പെടുത്ത് പോയിരിക്കുകയായിരുന്നു. എന്നാലും USB ബോർഡിനൊപ്പം ലഭിച്ച എൻകോഡർ സ്വിച്ച് വെച്ച് നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ഈ സെറ്റിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. കവറെല്ലാം ഇട്ടതിന് ശേഷം വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷിങ് ലഭിച്ചു. സെറ്റിലുണ്ടായിരുന്ന VMമീറ്ററും ഈക്വലൈസറും എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്.